ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഇഷാസ് വേൾഡ്. ഇന്ന് ഞാൻ ടൂട്ടി ഫ്രൂട്ടി എങ്ങനെ റെഡിയാക്കുന്നത് എന്നാണ് ഇവിടെ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് കടകളിലൊന്നും വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വീട്ടിൽ പപ്പായ ഉണ്ടെങ്കിൽ അത് വെച്ച് തന്നെ നമുക്ക് പല കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടി ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു വലിയ പപ്പായയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. സ്റ്റൗവിലൊരു പാത്രം വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കതിലേക്ക് പപ്പായ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കൊന്ന് നല്ലതുപോലെ തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് വെള്ളം ഊറ്റാനായിട്ട് വെക്കാം. വേവിച്ചെടുത്ത പപ്പായ ഞാൻ ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ലായനി തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളവും ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. പഞ്ചസാര അലിയുന്നത് വരെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ പഞ്ചസാര അത്യാവശ്യം അലിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പപ്പായ ഇട്ട് കൊടുക്കാം. ഇനി ഈ പപ്പായ ഈ പഞ്ചസാര ലായനിയിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് തിളക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പഞ്ചസാര പപ്പായയിൽ നല്ലതുപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ പഞ്ചസാര പപ്പായയിൽ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിപ്പയിലേക്ക് മാറ്റാം. ഈ പപ്പായ ഞാൻ 5 പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോന്നിലും ഓരോ ഫുഡ് കളർ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഗ്രീനും യെല്ലോ, റെഡ്, ഓറഞ്ച്, പിങ്ക് എന്നീ കളേഴ്സാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ കളറൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 12 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അങ്ങനെ പപ്പായയിൽ കളറൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെയിലത്ത് നമുക്ക് വെക്കണം. എന്തിനാന്ന് വെച്ചാൽ അതിലുള്ള കളറിലുള്ള ജലാംശമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് വെയിലത്ത് വെക്കുന്നത്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. 5 കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടിയായി നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പാത്രത്തിലാക്കി മാറ്റാം. നമ്മുടെ വീട്ടിലൊരു പപ്പായ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ വീട്ടിൽ തന്നെ ടൂട്ടി ഫ്രൂട്ടി ചെയ്തെടുക്കാൻ പറ്റും. കടകളിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.